ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്നും നമ്മൾ രാവിലെ മുതൽക്കുള്ള വീഡിയോ അല്ലേ സ്റ്റാർട്ടാക്കാറ്. ഇന്ന് നമ്മൾ ഒരു 10, 11, 12 മണി ആ ഒരു ടൈമിലേക്കാണ് കേട്ടോ ഞാൻ കുക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ഷൂട്ടാക്കിയിട്ടില്ല. വേറെ ഒന്നുമല്ല, തലേദിവസം വീട്ടിലായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് വന്നത് ഇന്ന് രാവിലെയാണ് കേട്ടോ. ഇവാന മദ്രസയ്ക്ക് പോകേണ്ട ആ ഒരു ടൈമിലേക്കാണ് വന്നത്. അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചക്കലേക്കുള്ള ലഞ്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ അതാ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ ചോറ് എന്തെങ്കിലും വെക്കുമ്പോൾ അത് തിളച്ച് തൂത്ത് പോവില്ലേ, അതിനെന്താ ചെയ്യുക ചോദിച്ചിട്ടുണ്ടാകുന്നു ഇന്നലെ ഒരു കമൻറ്റ്. സാധാരണ ഞാൻ സ്പൂണിട്ട് കൊടുക്കാറാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്താലും പോവാറുണ്ട് എന്ന് പറയാറുണ്ട്. എൻ്റെതും ചില ടൈമിൽ അങ്ങനെ ചെയ്യുമ്പോൾ പോവാറുണ്ട്. ചില ടൈമിലൊക്കെ മിക്കവാറും സക്സസ് ആവാറുണ്ട്. ചില ടൈമിൽ തിളച്ച് ചിന്തി പോവാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പശപ്പ് മാറാൻ വേണ്ടിയിട്ടും എന്താ ചെയ്യുക ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഊറ്റിയെടുത്താൽ മതി കേട്ടോ. എന്നാൽ അത്രയ്ക്ക് പശയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് ഉപ്പേരി ആക്കാൻ വേണ്ടിയിട്ട് മുട്ടയും അതുപോലെ തന്നെ മുരിങ്ങയും കൂടെ ഉപ്പേരി വെക്കുമല്ലോ, ആ ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. ഈ ഒരു മുരിങ്ങ കുഴിച്ചിടുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഉണ്ടാവും എന്നുള്ളത്. കാരണം ഞാൻ വന്നിട്ട് 8 വർഷമായി. നമ്മളുടെ തറവാട്ടിൽ ഇതുവരെ മുരിങ്ങമരം മാത്രമല്ല കേട്ടോ. കാരണം ഈ റബ്ബറും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് അതിനിടയിൽ ഉണ്ടാവായിട്ടാണോ എന്താണെന്നുള്ളത് അറിയൂല. പക്ഷേ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഉമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആദ്യം പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് കുഴിച്ചിട്ട് ഉണ്ടാവായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഉണ്ടാവുമല്ലേ എന്നുള്ളത്. കിട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞ മാതിരി കുഴിച്ചിട്ടതായിരുന്നു കേട്ടോ. പക്ഷേ മാഷാ അല്ലാഹ് സക്സസ് ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പോവാതെ നിന്നാൽ മതിയായിരുന്നു എന്നുള്ളൊരു സമാധാനമുള്ളൂ കേട്ടോ. അവനവനക്ക് വേണ്ട കറിവേപ്പ്, അതുപോലെ പച്ചമുളക്, കറുകത്ത്, പിന്നെ അതേപോലെ മുരിങ്ങ, ഇതൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും വണ്ടി പോയിട്ട് അയിമെന്ന് എന്തെങ്കിലും പൊട്ടിച്ചു കൊണ്ടുവരാമല്ലോ. ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുരിങ്ങയും കറിവേപ്പൊക്കെ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാവണത്. അപ്പോൾ എന്തായാലും അത് രണ്ടും ഇപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഊരിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത്. വീഡിയോ കാണുന്നവരിൽ പല ആളുകളും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈക്കും കമൻസും കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് എൻ്റെ വീഡിയോ റെക്കമെൻഡേഷനിൽ പോവുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻ്റ് ആക്കും ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ ആൾക്കാർ പറ്റിച്ച് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് മുരിങ്ങയും അതുപോലെ തന്നെ എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് എന്താ പറയുക എന്നുള്ളത് വന്നിട്ടുണ്ട് കേട്ടോ. സോറി കേട്ടോ. കാരണം ഒരു ഫ്ലോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് വന്നു പോകും. ആദ്യമൊക്കെ ഞാനിങ്ങനെ ടോ എന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ് വന്നിരുന്നു, ഈ ഒരുപാട് തവണ ടോ എന്ന് പറയുമ്പോൾ ഭയങ്കര അരോചകമായി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. പക്ഷേ നമ്മളുടെ ഈ ഒരു ഏരിയയിലേക്ക് ഈ ടോ എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർത്തമാനത്തിൽ വരും കേട്ടോ. കണ്ടോ, നമ്മൾ അങ്ങോട്ട് മാറിക്കിട്ടോ അല്ലെങ്കിൽ അത് വാങ്ങിട്ടോ, അങ്ങനെയാണ് നമ്മൾ പറയുക. നമ്മളുടെ ഈ ഒരു ഭാഗത്തൊക്കെ എൻ്റെ അറിവിൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ പറയുക. അപ്പോൾ അതുകൊണ്ട് വരുന്നതാണ്. അതുപോലെ എന്തെങ്കിലും പറയാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താപ്പോ എന്ന് വെച്ചിങ്ങാണ്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ട് വന്നുകൊണ്ടാണ്, മനഃപൂർവ്വം പറയുന്നതല്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോരോ സംസാരം ശൈലിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ പറ്റിപ്പോകുന്നതാണ്. പിന്നെ അതാ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മുരിങ്ങ വെന്ത് വന്നപ്പോൾ. അപ്പോൾ അതൊന്ന് അതിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സായിട്ട് ആ മുട്ടന്ന് വേവോളം ഇതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുമല്ലോ, ആ ഒരു രൂപത്തിൽ എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇനിയിപ്പോൾ അതാ നമ്മൾ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ചില ടൈമിൽ ഞാൻ റേഷൻ അരിയൊക്കെ എന്ത് ചെയ്യും, വേവ് അധികമായാലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ വിസിലിന് ഓഫാക്കും. എന്നിട്ട് അതിൻ്റെ വിസിൽ കളയും കേട്ടോ. ആവി ഞാൻ കളയും, തനിയെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യൂല. ചിലപ്പോൾ ആ തനിയെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴേക്കിനും ഒരു തള അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ ചോറ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് ഒറ്റ വിസിലിന് ഓഫാക്കിയിട്ട് പിന്നെ ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കും. എന്നാൽ പിന്നെ നമ്മൾ ശരിക്കും കുടുക്കയിൽ വെച്ച ചോറ് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ തുറന്ന് വെച്ചിങ്ങാണ്ട് ഒന്ന് തിളപ്പിച്ചിങ്ങാണ്ട് എടുക്കുമ്പോഴേക്കും റേഷൻ അരിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. നല്ല കുടുക്കയിൽ വെച്ച ചോറ് പോലെ ആയി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ ഈ ഒരു കടല. അപ്പോഴാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വിചാരിച്ചിരുന്നു അതുകൊണ്ടൊരു കറിയല്ല, ലൂസ് കറിയല്ല എന്നൊരു മസാല കൂട്ടാൻ പോലെ ഉള്ളിയും തക്കാളിയും പൊടികളൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ ഒരു കൂട്ടാൻ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ച് ഉപ്പേരിയോ കറിക്കോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പച്ചക്കറിയോ കാര്യങ്ങളോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വേണം കേട്ടോ. വാങ്ങിച്ചത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ
എന്താ പറയുക, കടല അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഉപ്പേരി ആ ഒരു ചട്ടിയിൽ നിന്ന് അങ്ങ് മാറ്റി ഒരു പാത്രത്തിലാക്കിയേക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഒരു ചട്ടി അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ അതവിടെ തട്ടി തടയൂല. മാക്സിമം ഞാനിങ്ങനെ വെച്ച സാധനങ്ങൾ പരമാവധി ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റും. ചില ടൈമിൽ ചൂടാക്കേണ്ട സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചട്ടി തന്നെ അങ്ങ് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചട്ടി നിന്ന് അത് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇതിങ്ങനെ മിക്സ് ചെയ്തപ്പോൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആ ചട്ടി അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അതാ പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുകയെന്ന്. അപ്പോൾ 2 ദിവസം മുമ്പത്തെ വീഡിയോസിൽ ഒരുപാട് പേര് മക്കളെ ഭയങ്കര ഇഷ്ടമാണ്, ഓരുടെ മക്കൾക്ക്, നമ്മളുടെ വീഡിയോ കാണുന്നവരുടെ മക്കൾക്ക്, സബ്സ്ക്രൈബേഴ്സിൻ്റെ മക്കൾക്ക് നമ്മളുടെ മക്കളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഹായ് പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് മറന്നുപോയി. മിനിയാന്നത്തെ വീഡിയോയിലും പറയാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലെങ്കിലും പറയുമോ എന്ന് ചോദിച്ചിട്ട് വീണ്ടും കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ഞാൻ കേൾക്കാതിരിക്കുമ്പോൾ മോശമല്ലേ. അപ്പോൾ എന്തായാലും ആരൊക്കെയാണെന്നുള്ളത് ഞാൻ വായിക്കാം. മെഹബി, മെഹറി, അതുപോലെ അയാൻ, ഐസാൻ, ഐദിൻ, അഫ്ഹാൻ, അഹദ്, പിന്നെ സാജിദ ഷംസു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്സ്ക്രൈബറും കൂടെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് ഹായ് കേട്ടോ. എനിക്കങ്ങനെ ഹായ് പറയാം അതൊന്നും അറിയില്ല കേട്ടോ. കാണുമ്പോൾ അങ്ങനെ ഹായ് ഹലോ എന്ന് പറയുന്നല്ലാതെ വീഡിയോസിലൊക്കെ ഹായ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാന്ന് കേട്ടോ. അതുവരെ ശീലമല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാന്ന് കേട്ടോ. അതുകൊണ്ട് പരമാവധി ഞാൻ കമൻറ്റിലൂടെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. ഈ ഹായ് പറയുമ്പോൾ ചിലപ്പോൾ എന്താ അറിയോ, എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ഇഷ്ടമായിക്കൊള്ളണമെന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കമൻറ്റിലൂടെ ചില വീഡിയോസിലൊക്കെ ഞാൻ ചില വ്ളോഗിലൊക്കെ അവരിങ്ങനെ ഹായ് പറയുമ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഹായ് പറയുമ്പോൾ അത് ഭയങ്കര ബോറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ഫീൽ ആവുമോ എന്നൊക്കെ എനിക്കിങ്ങനെ ഒരു റിസ്കാല് എന്ന് പറയില്ലേ, അങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് പേര് പറഞ്ഞ കുഞ്ഞു മക്കൾക്കും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എൻ്റെ ഒരു ഹായ് കേട്ടോ. നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിലും നിങ്ങൾ കാണുകൊണ്ടല്ലേ ഹായ് ചോദിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി മക്കൾസിൻ്റെ കുറച്ച് ഉടുപ്പിൻ്റെ കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ വർത്തമാനത്തിൽ അങ്ങനെ കുറേ പോയി. ഞാൻ എപ്പോൾ മക്കൾക്ക് ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചൊരു ഫംഗ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം രണ്ടാൾക്കും ഒരുപോലത്തെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നോക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ കാണിച്ചത് ആ നീലമ്മ വെള്ള ഡോട്ടായിട്ടുള്ള ആ ഒരു ഉടുപ്പ്. അത് കാഷ്വൽ വെയർ ആയിട്ടും അതുപോലെ പാർട്ടി വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ഫ്രോക്ക്. പിന്നെ ആ ഒരു റെഡ്, രണ്ടാൾക്കും ഒരുപോലത്തെ റെഡ്. പിന്നെ ഈ ഒരു വൈറ്റ്, അതിങ്ങനെ അരയിലൊരു ബൗവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു റെഡ് വൈറ്റ്. പിന്നെ ഇത് കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് എടുത്തതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ട ഈ ചുരിദാറുണ്ടല്ലോ, ആ ഒരു ചുരിദാറും ആ ഒരു ഉടുപ്പും കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് എടുത്തതാണ്. ഈ ഒരു ഉടുപ്പ് രണ്ടാളും ഇപ്പോൾ ഇടാറില്ല കേട്ടോ. കാരണം രണ്ടു പേർക്കും ഇപ്പോൾ കൊള്ളൂല. അതിൻ്റെ ആ ഒരു കൈക്കുഴി ഉണ്ടല്ലോ, നമ്മൾ കക്ഷ എന്ന് പറയുമല്ലോ, അവിടെ ഭയങ്കര ടൈറ്റാണ് കേട്ടോ. അതുകൊണ്ട് കൊള്ളൂല. പിന്നെ അതിൻ്റെ നെറ്റും ഭയങ്കര എന്താ പറയുക, നേരിയ നെറ്റായതുകൊണ്ട് അടിഭാഗത്തൊക്കെ കീറൽ വന്നിട്ടുണ്ട്. അന്നൊക്കെ അതിനെക്കുട്ടൊക്കെ ചെറിയതല്ലേ, 2 വയസ്സോ കഴിഞ്ഞ ചെറിയനാക്കുള്ള അതിൻ്റെ മുകളിലത്തെ ചെറിയനാക്ക് എടുത്തതാണ് കേട്ടോ. 2 വർഷം കഴിഞ്ഞു. അയാനക്കുട്ടിക്ക് 1 വയസ്സ് ആ ഒരു ടൈമിലായിട്ട് എടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു അയാനക്കുട്ടിക്ക് ഫ്രോക്കും അതുപോലെ ഇവാക്ക് ശരാരയും ഈ ഒരു പർപ്പിൾ കളർ ഉണ്ടല്ലോ, ഇത് നമുക്ക് കൊളാബിന് വന്നതായിരുന്നു കേട്ടോ. കെൻസ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് സെൻഡ് ചെയ്ത് തന്നതായിരുന്നു. ഇതും നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നേരിട്ട് കാണാൻ ഒന്നുകൂടെ ഭംഗിയാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ല പൊങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവാൻ്റെ ശരാരയും ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇവാക്ക് കാണാനും. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവാക്ക് ശരാര ഇടുന്നത്. നമ്മൾ ഇതുവരെ മാക്സിമം ഞാൻ ഉടുപ്പ് തന്നെയാണ് കേട്ടോ എടുക്കാറ്. അങ്ങനെ എപ്പോഴെപ്പോഴൊന്നും നമ്മൾ ഡ്രസ്സ് എടുക്കൂല കേട്ടോ. ഇതൊക്കെ ഓരോ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഓരോ പെരുന്നാൾക്ക് അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ടുള്ള ഡ്രസ്സാണ് ഇത്. അത് അവർ എന്താ പറയുക, 2-3 വർഷം എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിലുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കസിൻ്റെ മാരേജ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ടൈമിൽ എടുത്തതായിരുന്നു. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അയാനക്കുട്ടീൻ്റെ ഫ്രോക്കാണ്. നല്ല കംഫർട്ടാണ് കേട്ടോ. മക്കൾക്ക് ഇട്ട് കൊടുക്കാനാണെങ്കിൽ നല്ല ക്ലോത്തുമാണ്, നല്ല കംഫർട്ടുമാണ് കേട്ടോ. എന്താ പറയുക, ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ് നമുക്ക്. മക്കൾക്കാണെങ്കിലും ഒരു ഇറിറ്റേഷനോ കുത്തിത്തറക്കലോ അങ്ങനത്തെ ഒന്നും ഫീൽ ആവില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രോക്ക് അയാനക്കുട്ടീൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയതാണ്. എൻ്റെ താത്ത കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ.
ഇതിട്ട് കഴിഞ്ഞാൽ ആളെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ആ ഒരു ഫ്രോക്കിൻ്റെ ആ ഒരു ലെയറായിട്ടുള്ള ആ ഒരു ഭാഗം ഒക്കത്ത് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ഒരു ഉടുപ്പ് ഇത് ഇവാൻ്റെ ഉടുപ്പാണ് കേട്ടോ. ചില കാര്യങ്ങൾ ആരെങ്കിലും തന്നത് മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ആവാത്തത്. ഞാൻ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഒരുപോലെയാണ് കേട്ടോ എടുക്കാറ്. ഇത് ഇവാക്ക് ഇപ്പോൾ എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു ഉടുപ്പ്. ശരിക്കും ഒരു എന്താ പറയുക പ്രിൻസസ് ഫ്രോക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവാക്ക് ഇത് ഇട്ടിട്ട്. ഫുൾ വൈറ്റ് ആയിട്ട് അടിയിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഒരു എന്താ പറയുക ത്രെഡ് വർക്കാണ് കേട്ടോ. മുകളിൽ ബീഡ്സും ഉണ്ട് ത്രെഡ് വർക്കും ഉണ്ട്. ഇങ്ങനെ ലെയറായിട്ട് കയ്യിൻ്റെ മുട്ടിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഈ ഒരു നെറ്റ് ബാക്കി വരുന്നുണ്ട്. ബാക്കി ത്രെഡ് വർക്കും ആയിട്ട് നല്ല രസമുണ്ട്. കാരണം നല്ല രസമുണ്ട്. ഇവ കസിൻ്റെ മാരേജിന് ഇട്ടിരുന്നത് അതായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വേറെ എങ്ങോട്ടേലും ഇട്ട് കൊടുക്കാൻ ഒരു പേടിയാണ് കേട്ടോ. ഫുൾ വൈറ്റ് അല്ലേ, എന്തെങ്കിലും ഒരു തവണ എന്തെങ്കിലും ആയാൽ പിന്നെ അത് ഇടാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇട്ടെടുക്കണമെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ അയാനക്കുട്ടി കൊടുത്തിട്ടുള്ള ഫ്രോക്ക്. ഓന് കൊടുന്നത് ഒരു മാമച്ചി എന്നാട്ടോ പറയുക. മാമൻ എന്നുള്ളതിനെ മാമച്ചി എന്നാണ് പറയുക കേട്ടോ. അങ്ങനെ പോലെ മാമച്ചി കൊടുത്തിട്ടുള്ള 2 ഉടുപ്പുകളാണ് കേട്ടോ അത് രണ്ടും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അവരുടെ ഫ്രോക്ക് കളക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വല്ല ട്രൗസറോ ടീഷർട്ടൊക്കെ എപ്പോഴേലും എങ്ങോട്ടേലും അങ്ങോട്ടും ഇങ്ങോട്ടോ പോകാനൊക്കെ എടുക്കുന്നല്ലാണ്ട് ഈ ഫ്രോക്കുകളൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എടുത്തതാണ് കേട്ടോ. ഈ വൈറ്റ് ഇപ്പോൾ കസിൻ്റെ മാരേജിന്, അതുപോലെ ഈ ഒരു റെഡ് എൻ്റെ ഇളയച്ചൻ്റെ കല്യാണത്തിന്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഈ ഒരു ബ്ലൂ എൻ്റെ വേറൊരു കസിൻ്റെ മാരേജിന്, അങ്ങനെയൊക്കെ മാരേജ് ഫങ്ഷൻസൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഞാൻ കൂടുതൽ അങ്ങനത്തെ ഒരുപോലത്തെ ഇത് എടുക്കാറ്. പിന്നെ ഒരു കോട്ടും ടീഷർട്ടും പാൻറ്റും പാടുള്ളൊരു സെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ 2 പേരുടെയും. അതും ഇളയച്ചൻ്റെ കല്യാണത്തിന് ഒരു ദിവസം ഇടാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അവരുടെ ഇവയാ സിസ്റ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട് കേട്ടോ ഒരുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള അവരുടെ ഫോട്ടോസ്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്താ പറയുക എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഒന്ന് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഇറ്റ്സ് മീ ഹുസ്ന സൈഫു എന്നുള്ള അക്കൗണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫോളോ ആക്കണേ. ഇനി ഇപ്പോൾ ദാ അയാനക്കുട്ടി അവിടെ റൂമിലിരുന്നങ്ങാണ്ട് കളിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ടേബിളൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിന്നിക്കാന്ന് കേട്ടോ. അകൊക്കെ ഒന്ന് അടിച്ചു വാരാൻ വേണ്ടി നിന്നതാണ്. പിന്നെ ഇന്ന് തുടക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചളിയും കാര്യങ്ങളൊന്നുമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെറിയൊരു സുഖക്കുറവും കാര്യങ്ങളൊക്കെ ആയിട്ട് ജലദോഷത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഇന്ന് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ ഞാൻ തുടക്കാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ അടിച്ചു വാരിയിട്ടു, എല്ലായിടും നല്ല നീറ്റാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് ഇട്ടു. അങ്ങനെ അയനക്കുട്ടി ഉള്ളിലത്തെ കളി കഴിഞ്ഞാണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടാവും കേട്ടോ. കാരണം രാവിലെ 6:30 ആ ഒരു ടൈമിൽ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതാണല്ലോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തിരുമ്പാനും കുളിക്കാനൊക്കെ നിൽക്കുന്നതിന് മുമ്പേ പറ്റ ക്ഷീണിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് ചോറെടുത്തുങ്ങാണ്ട് കഴിച്ചു. ഉപ്പേരിയും കറിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് അവിടെ നിലത്തിരുന്നിട്ട് തന്നെ, മാക്സിമം നമ്മളിവിടെ നിലത്തിരുന്നിട്ട് തന്നെയാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ അവിടെ നിലത്തിരുന്നിട്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് എന്നത്തെ വീഡിയോയും പോലെ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻ്റ് ആക്കുക. അപ്പോൾ ഇന്ന് ഹായ് പറഞ്ഞവർക്കൊക്കെ സന്തോഷമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. 2-3 ദിവസമായി അവരെന്നോട് ഇങ്ങനെ പറയണു. ഇനി ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ മോശമല്ലേ, ഞാൻ അത്രയും പറയുമ്പോൾ നിങ്ങൾ കമൻ്റ് ഇടുമ്പം. അപ്പോൾ എന്താ പറയുക കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുക കേട്ടോ വീഡിയോയിൽ ഹായ് പറഞ്ഞത്. ഇനി എന്താ പറയുക ഇന്നത്തെ വീഡിയോസിൽ അയനക്കുട്ടി തന്നെ ഉള്ളൂ. ഇവ കളിക്കാൻ പോയിക്കാന്ന് കേട്ടോ. അതാണ് ഇവാൻ അങ്ങനെ കാണാത്തത്. ചിലപ്പോൾ മക്കളെ കണ്ടിട്ടില്ലേ ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ മക്കളെ കണ്ടില്ലല്ലോ എന്നുള്ളത്. ഇപ്പോൾ വെക്കേഷനല്ലേ, അപ്പോൾ കാര്യമായിട്ട് പുറത്ത് സൈക്കിളുമൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ ഇവ. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുന്ന പണിയായിരിക്കും അയാനക്കുട്ടിക്ക്. ഓള് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് നോക്കും ഞാൻ എങ്ങോട്ടേലും പോയിക്കണോ ഇവിടെ അല്ലേ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇനി ഷോർട്സും ഞാൻ ഇടാറുണ്ട്, അതും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ലൊരു വ്ളോഗുമായിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്